12th Fail written directed by Vidhu Vinod Chopra. ഈ സിനിമ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി, യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിലെ ചമ്പൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന്, എന്ന് വെച്ചാൽ കടുത്ത ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലൊക്കെ ജനിച്ച് വളർന്ന് തൻ്റെ സ്വയപ്രയത്നത്തിലൂടെ അനവധിയായിട്ടുള്ള പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് പിൽക്കാലത്ത് ഒരു IPS ഓഫീസറായി മാറിയ മനോജ് കുമാർ ശർമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ഒരു പുസ്തകം വന്നിരുന്നു 2019. അനുരാഗ് പഥക്കാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിക്രമാദിത്യൻ സിനിമയില്ലേ, വിക്രമാദിത്യൻ ലാൽ ജോസിൻ്റെ, അതിലെ ദുൽഖർ സൽമാൻ്റെ പോർഷൻ ഇല്ലേ, അത് അങ്ങോട്ടേക്ക് മാറ്റി എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? എക്സാക്ട്ലി അതേപോലെ ഒരു സിനിമയാണ് 12th Fail. പക്ഷേ നല്ല രസമുള്ളൊരു സിനിമയാണ്. അതായത് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരു മോട്ടിവേഷനും ഒരു പ്രതീക്ഷയും, ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും നന്നായി ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷ തരുന്ന സിനിമയാണ് 12th Fail. സിനിമയുടെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചമ്പൽ എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അതായത് വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞിരിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു മധ്യ ഇന്ത്യയിലുള്ളൊരു സ്ഥലമാണ് ഈ മധ്യപ്രദേശിലെ ചമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനോജ് കുമാറിൻ്റെ അച്ഛൻ, അദ്ദേഹം ഒരു മുതലാളിയുടെ അണ്ടറിലാണ് ജോലി ചെയ്യുന്നത്. അയാൾക്ക് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അയാളുടെ ജോലി നഷ്ടപ്പെടും. അതായത് ഇയാൾ ഭയങ്കര സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ചെറിയൊരു പ്രശ്നത്തിനിടയിൽ അയാളുടെ ജോലി അയാൾക്ക് നഷ്ടപ്പെടും, ഇവൻ്റെ അച്ഛന്. അങ്ങനെ അയാൾ ജോലി ഒക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ നിന്ന് ബാഗും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കേസ് നടത്താൻ വേണ്ടിയിട്ട് ഇയാൾ വീട് വിട്ടു പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ മനോജിൻ്റെ +2 പരീക്ഷ നടക്കുന്നത്. അപ്പോൾ മനോജ് പഠിക്കുന്ന സ്കൂളിൽ ഒരു പ്രശ്നമുണ്ട്. ആ സ്കൂളിലെ ബോർഡ് എക്സാമിൽ അവസാന വർഷ പരീക്ഷ, ആ പരീക്ഷയിൽ എല്ലാ ആൾക്കാരും പാസ്സാകണം എന്നാണ് ഈ സ്കൂൾ നടത്തുന്ന ആളിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഈ കുട്ടികളെയൊക്കെ ഇവർ കോപ്പി അടിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഇത് അറിയുന്ന അവിടുത്തെ പുതുതായിട്ട് ചുമതലയേറ്റ DSP ദുഷ്യന്ത് സിംഗ് സ്കൂളിൽ വന്ന് സ്കൂൾ മൊത്തം പരിശോധിച്ച് നമ്മുടെ പ്രിൻസിപ്പാളിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ആ വർഷം അവരെല്ലാവരും അവിടെ പഠിക്കുന്ന കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികളൊക്കെ ഫെയിലായി പോകും. അങ്ങനെ +2 ഒക്കെ ഫെയിലായി വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്താണ് ഈ മനോജ് കുമാറും അവൻ്റെ ചേട്ടനും ചേർന്ന് ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വീട്ടിലേക്ക് ഒരു വരുമാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. പക്ഷേ ആ പദ്ധതിയൊക്കെ ഒന്ന് പാളിപ്പോകും. കഥയുടെ എക്സാക്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം ഇവൻ പിന്നീട് ഡിഗ്രിയൊക്കെ ചെയ്ത് PSC പരീക്ഷ എഴുതാനായിട്ട് ഇവൻ എന്ത് ചെയ്യും, PSC കോച്ചിങ്ങിന് പോകാനായിട്ട് ഇവൻ ഗ്വാളിയറിലേക്ക് പോകും. ഗ്വാളിയറിലേക്ക് പോകുന്ന സമയത്ത് ഇവൻ ഈ മുത്തശ്ശിയാണ് ഇവനെ പൈസ കൊടുത്ത് സഹായിക്കുന്നത്. അപ്പോൾ ഇവൻ നാട്ടിൽ നിന്ന് ബസ് കയറി ഗ്വാളിയറിലേക്ക് എത്തുന്ന സമയത്ത് ഇവൻ്റെ ബാഗൊക്കെ പോക്കറ്റ് അടിച്ച് പോകും, ആൾക്കാർ കട്ടുകൊണ്ട് പോകും. അങ്ങനെ ഒന്നുമില്ലാതെ ഇവൻ ഗ്വാളിയറിലെത്തും. അങ്ങനെ വിശന്ന് പട്ടിണിയൊക്കെ കിടന്ന് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഹോട്ടലുകാരനോട് ഇവൻ പറയും ഭക്ഷണം വേണം, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, അതിന് കണക്കായിട്ടുള്ള ജോലി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹോട്ടലുകാരനയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പുതിയൊരു കഥാപാത്രത്തെ പരിചയപ്പെടും. പിന്നെ അയാളിലൂടെ ഇവൻ നേരെ ഡൽഹിയിലെത്തും. അങ്ങനെ ഡൽഹിയിലെ ഒരു IAS കോച്ചിങ് സെൻറ്ററിൽ ഇവൻ ജോയിൻ ചെയ്യും. അതായത് വളരെ ലോക്കലായിട്ടുള്ള സെറ്റപ്പിലാണ് ഇവൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് പാരലായിട്ട് ഇവൻ ജോലിയും ചെയ്യുന്നുണ്ട്. ജോലി എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ജോലി, ലൈബ്രറിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനിങ് ഉണ്ട്, ആളുകളുടെ ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കും, അതുപോലെ തന്നെ ഫോർമിലൊക്കെ ഇവൻ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രിലിംസ് പാസ്സാകും. പക്ഷേ ആ വർഷം അവന് മെയിൻസ് പാസ്സാകാൻ വേണ്ടി പറ്റില്ല. അതിനുശേഷം ഈ സിനിമയിലെ നായികയെ, നമ്മുടെ മനോജ് കുമാർ ശർമ്മയുടെ നായികയെ കണ്ടുമുട്ടുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അവസാനം നമ്മുടെ മനോജ് കുമാർ IPS എക്സാം ക്വാളിഫൈ ചെയ്യും. അങ്ങനെ IPS എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ട്. ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും നിങ്ങൾ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റർവ്യൂ സെക്ഷനാണ്. അതായത് ക്ലൈമാക്സിനോട് അടുത്തുള്ള ഒരു ഭാഗം, അത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഡയമെൻഷനുള്ള ഒരു ഭാഗം കൂടിയാണ്. ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു മൂവി, പക്ഷേ എല്ലാം നമുക്ക് പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സന്ദർഭങ്ങളാണ് സിനിമയിലുള്ളത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതായത് വിക്രമാദിത്യൻ്റെ ദുൽഖർ സൽമാൻ്റെ പോർഷൻ അതേപോലെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, അതാണ് ഈ സിനിമ. കണ്ടിരിക്കാം, ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി എന്നോ അങ്ങനെയൊക്കെ പറയാം. സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഈ സിനിമയുടെ എഡിറ്റിംഗ് ആണ്. അതായത് വീഡിയോ എഡിറ്റിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഈ സൗണ്ട് എഡിറ്റിങ് നല്ല കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫിയും മ്യൂസിക്കും ഗംഭീരമായിരുന്നു. അപ്പോൾ കാണുക 12th Fail ഡയറക്റ്റഡ് ബൈ വിധു വിനോദ്.